Yes, good afternoon. Okay, Afsal. Okay, good afternoon, Demia. Okay, let's start. Okay, Renjida. Okay. Okay, Shijida. Okay, let's start. Arbiya. ഇപ്പോൾ നമ്മൾ ഒരു എക്സസൈസിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ എക്സസൈസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ 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 ഓക്കെ. അപ്പൊ അതില് ഫസ്റ്റ്, നെക്സ്റ്റ്, ആഫ്റ്റർ ദാറ്റ് ആൻഡ് ഫൈനലി, ആ സംഗതിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓരോ സെന്റൻസുകൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് സിമ്പിൾ പ്രസന്റിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുകയാണ്. നമ്മള് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിക്കുന്നത് വിച്ച് ഷോസ് ആൻ ഹാബിച്വൽ ആക്ഷൻ, ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂസ് ഓഫ് സിമ്പിൾ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഉപയോഗം ടു ഷോ ദ ഹാബിച്വൽ ആക്ഷൻ, ഇതിനു വേണ്ടിയിട്ടാണ്, സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ദേ ഡ്രിങ്ക് കോഫി, അവര് കോഫി കഴിക്കാറുണ്ട്. ദാറ്റ് മീൻസ് ദേ ആർ റിപ്പീറ്റഡ്ലി ഡൂയിങ് ദിസ്, സ്ഥിരമായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. യെസ്, വീണ്ടും നമ്മൾ അടുത്തൊരു കാര്യം പറഞ്ഞത്, അതിന്റെ തന്നെ നെഗറ്റീവായിട്ടുള്ള വാചകങ്ങൾ. ആ നെഗറ്റീവായിട്ടുള്ള വാചകങ്ങൾ നമ്മൾ പറയണമെങ്കിൽ ഒന്നുകിൽ ഡു നോട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഡസ് നോട്ട് ഉപയോഗിക്കുക. ഇത് നമ്മൾ പറഞ്ഞു. ദേ ഡു നോട്ട് ഗോ, അവർ പോകാറില്ല. ഹി ഡസ് നോട്ട് കം, അവൻ വരാറില്ല. ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് വാചകങ്ങൾ എഴുതാമെന്ന് നമ്മൾ പറഞ്ഞു. വീണ്ടും നമ്മൾ അതിന്റെ ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡു അല്ലെങ്കിൽ ഡസ് ആദ്യം പറയണം എന്ന് പറഞ്ഞു. ഇത്രയല്ലേ നമ്മൾ പറഞ്ഞു നോക്കിയത് ടെൻസിനെ കുറിച്ച്. Am I right? സിമ്പിൾ പ്രസന്റിന്റെ ഈ ഇത്രയും കാര്യങ്ങളല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യെസ്. അപ്പോ ഇനി നമുക്ക് അതിന്റെ അടുത്തൊരു തലത്തെ കുറിച്ച് നമുക്ക് ഞാൻ പറയുകയാണ്. നെക്സ്റ്റ് ഈസ് കോൾഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അടുത്ത ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് സബ്ജക്റ്റ് ഉപയോഗിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് ഉപയോഗിക്കുക, ആ വെർബിന്റെ കൂടെ പാസ്റ്റ് ടെൻസ് ഓഫ് വെർബ് ഉപയോഗിക്കുക. അതിനെയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസ്, സബ്ജക്റ്റ് ആൻഡ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഓഫ് വെർബ്. യെസ്, എക്സാമ്പിൾ പറയാം. They took the umbrella. They called me. They called me. I ate the food. She drew the picture. അങ്ങനെ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സബ്ജക്റ്റ് ഉപയോഗിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് ഉപയോഗിക്കുക, ആ വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഓഫ് വെർബ് ഉപയോഗിക്കുക. നിങ്ങൾ അതിന്റെ എക്സാമ്പിൾസ് ഒന്ന് പറയാമോ? സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് വരുന്ന എക്സാമ്പിൾ. സബ്ജക്റ്റ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് വരുന്ന എന്തെങ്കിലും എക്സാമ്പിൾസ്? യെസ്. രവി പറഞ്ഞു ശരി. ഐ റോട്ട് എ ലെറ്റർ. ഓക്കെ ഓക്കെ, ഐ റോട്ട് എ ലെറ്റർ ശരിയാണ്. സബ്ജക്റ്റ് ആണ് ഐ,
റൈറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റോട്ട്. ഓക്കെ, റിമ്യ കറക്റ്റ് ആണ്. ഇവരെ ആർക്കെങ്കിലും ഒരു സബ്ജക്റ്റും ഒരു വെർബിന്റെ പാസ്റ്റ് ടെൻസും വരുന്ന സംഗതി? അഫ്സലഫി, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് വരുന്നത്? ഐ സോ എ ഫിലിം. ആദ്യം പറയുന്നു ഐ വാക്ക് ടു സ്കൂൾ. ശരിയാണ്, ഐ വാക്ക് ടു സ്കൂൾ. WALK വാക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വാക്ക്. ഐ വാക്ക് ടു സ്കൂൾ, അത് കറക്റ്റ് ആണ്. ഇനി അഫ്സൽ പറയുന്നു ഐ ഡ്രിങ്ക് ടീ. അല്ലാത്തൊരു ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാറുണ്ട് അഫ്സല്. അത് സിമ്പിൾ പ്രസന്റിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. നമ്മളിവിടെ പറഞ്ഞത് സിമ്പിൾ പാസ്റ്റിന്റെ എക്സാമ്പിൾ ആണ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വേണ്ടത്. അപ്പൊ ഡ്രിങ്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് പറയാം. ഡ്രാങ്ക് ടീ. ഡ്രിങ്ക് അല്ല, ഡ്രാങ്ക്. ഓക്കെ, ഇനി അടുത്തത് യെസ്. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഐ ഡിഡ് മൈ ഹോംവർക്ക്. കറക്റ്റ് ആണ് രഞ്ജിത. ഐ ഡിഡ് മൈ ഹോംവർക്ക്, ഐ ഡിഡ് മൈ വർക്ക്. ശരിയാണ്. അപ്പൊ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു തലം പറയുകയാണ്. ആ തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ പറഞ്ഞ വാചകല്ലേ, ഐ ഡിഡ് മൈ ഹോംവർക്ക്, അല്ലെങ്കിൽ ഐ റോട്ട് എ ലെറ്റർ, ഐ റോട്ട് എ ലെറ്റർ. അത് സിമ്പിൾ പാസ്റ്റ് ആണ്. നമുക്ക് സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളൊക്കെ, ഐ റോട്ട് എ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കത്ത് എഴുതിയതാണ്. അപ്പൊ ഞാൻ കത്ത് എഴുതിയിട്ടില്ല എന്ന് വേണം. അപ്പൊ അവിടെ എന്ത് വരും? അങ്ങനെ എഴുതിയിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചേർക്കണമെന്ന് അറിയാമോ? ഡിഡ് നോട്ട് എന്ന് ചേർക്കണം. ചേർക്കേണ്ടതാണ് ഡിഡ് നോട്ട്. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡിഡ് നോട്ട് കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. വെർബിന്റെ പ്രസന്റ് ടെൻസേ ഉപയോഗിക്കാവൂ, പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. പക്ഷെ അർത്ഥം എന്താണ്? പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം ഇരിക്കും. അപ്പൊ നമ്മൾ കാര്യം മനസ്സിലാക്കാൻ, ഡിഡ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസേ ഉപയോഗിക്കാവൂ. ഡിഡ് പ്ലസ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ് എന്ന് നമ്മൾ വിചാരിക്കണം. ഡിഡ് പ്ലസ് പ്രസന്റ് ടെൻസ് ഈസ് ഈക്വൽ ടു പാസ്റ്റ് ടെൻസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഐ റോട്ട് ലെറ്റർ. ഞാൻ കത്തെഴുതി. ഞാൻ കത്തെഴുതിയിട്ടില്ല. ഐ ഡിഡ് നോട്ട് റൈറ്റ്. ഐ ഡിഡ് നോട്ട് റൈറ്റ്. ഞാൻ വിളിച്ചിട്ടില്ല. ഐ ഡിഡ് നോട്ട് കോൾ. നിങ്ങൾ വന്നിട്ടില്ല. യു ഡിഡ് നോട്ട് കം. അവൾ പഠിച്ചിട്ടില്ല. ഷീ ഡിഡ് നോട്ട് സ്റ്റഡി. നിങ്ങൾ ക്ഷണിച്ചിട്ടില്ല. യു ഡിഡ് നോട്ട് ഇൻവൈറ്റ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ഡിഡ് നോട്ട് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ഉപയോഗിക്കാവൂ. അപ്പോ സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളാണ് ആ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാവുന്ന പോലെ ഡിഡ് നോട്ട് വെച്ചിട്ട് വാചകം പറഞ്ഞ് നിങ്ങൾ എന്ത് വേണമെങ്കിൽ ഇന്ന് സ്ഥിരം ചെയ്യുന്ന കാര്യമാണ്, ഇന്ന് നിങ്ങൾ ചെയ്തിട്ടില്ല. നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐ ഡിഡ് നോട്ട് ഈറ്റ് ഫുഡ്. ഓക്കെ, അതില് കറക്റ്റ് ആണ്. അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ ഐ ഡിഡ് നോട്ട് ഈറ്റ് ഫുഡ്. ഐ ഡിഡ് നോട്ട് ടേക്ക് മെഡിസിൻ. ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല. ഐ ഡിഡ് നോട്ട് യൂസ് മൊബൈൽ. ഞാൻ മൊബൈൽ ഉപയോഗിച്ചിട്ടില്ല. രഞ്ജിത പറയുന്നു ഐ ഡിഡ് നോട്ട് ഗോ ടു ടെമ്പിൾ. ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല. ഓക്കെ, ശരിയാണ്. ഐ ഡിഡ് നോട്ട് ഗോ ടു ടെമ്പിൾ. ഐ ഡിഡ് നോട്ട് കം. അതിൽ പറയുന്നു ഐ ഡിഡ് നോട്ട് കം. ഞാൻ വന്നിട്ടില്ല. ശരിയാണ്. യെസ്, കറക്റ്റ്. അപ്പോ ഒരു ടെൻസ് കൂടി നമ്മൾ പറയുകയാണ്. ഡിഡ് നോട്ട് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ അർത്ഥം പാസ്റ്റ് ടെൻസ് ആണ്, ഡിഡ് നോട്ട്. ഓക്കെ, ഇനി നമുക്ക് ആരോടെങ്കിലും ഇതൊരു ചോദ്യമായിട്ട് ചോദിക്കുമെന്ന് വിചാരിക്കും. നിങ്ങൾ വന്നോ? അവൾ വിളിച്ചോ? നിങ്ങൾ ക്ഷണിച്ചോ?
നിങ്ങൾ പഠിച്ചോ? അപ്പോ അങ്ങനെ ചോദിക്കണമെങ്കിൽ ഈ ഡിഡ് നോട്ടില്ല ആ നോട്ട് കളഞ്ഞിട്ട് ഡിഡ് ആദ്യം പറയാം. ഡിഡ് നോട്ടില്ല നോട്ട് കളഞ്ഞിട്ട് ഡിഡ് എന്നുള്ളത് ഇപ്പൊ പറയാ ആദ്യം പറയാം. അപ്പൊ അതെന്തായിട്ട് മാറും? ഡിഡ് യു കം, നിങ്ങൾ വന്നോ? ഡിഡ് യു സ്റ്റഡി, നിങ്ങൾ പഠിച്ചോ? ഡിഡ് യു റീഡ്, നിങ്ങൾ വായിച്ചോ? ഡിഡ് യു കോൾ, നിങ്ങൾ വിളിച്ചോ? എന്തായിട്ട് മാറുന്നു? ചോദ്യമായിട്ട് മാറും. അപ്പൊ രഞ്ജിത പറഞ്ഞത് ശരിയാണ്. ഡിഡ് ഷീ കോൾ യു, ഡിഡ് ഷീ കോൾ യു. ഓക്കെ, അത് കറക്റ്റ് ആണ്. ഇനി ഡിഡ് യു ഗോ, രമ്യ പറയുന്നു ഡിഡ് യു ഗോ, അത് കറക്റ്റ് ആണ്. ആദ്യം പറയുന്നു ഡിഡ് യു കം. ഓക്കെ ഓക്കെ, അത് കറക്റ്റ് ആണ്. ഡിഡ് യു കം, യെസ്. ഇനി ഓക്കെ ഓക്കെ ഓക്കെ, ശരി 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 ശരി. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ് നേരം പറഞ്ഞത്. സബ്ജക്റ്റ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. നെഗറ്റീവ് എഴുതുമ്പോൾ ഡിഡ് നോട്ട് ഉപയോഗിക്കുക. അതിന് ഇന്റർഗേറ്റീവ് ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഡിഡ് എന്നുള്ളത് ആദ്യം പറയുക. ഓക്കെ, ഞാനിപ്പോ രമ്യ, യെസ് രമ്യ. Yes, sir. Okay, 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 okay. How are you? Yes, I am fine, sir. Okay, okay. Where are you from? Where are Sir? you from? Where are you from? I am from Kasaragod. You are from Kasaragod. Okay. Yes, sir. What is the weather like? What is the weather like? Weather W-E-A-T-H. There was hot, sir. For you? Hot climate, sir. Hot. അപ്പൊ നമുക്ക് ഹോട്ട് എന്നുള്ളതിന് പകരം വെതർ പറയുമ്പോൾ സണ്ണി എന്ന് പറയും. ഇറ്റ് ഈസ് സണ്ണി. ഇറ്റ് ഈസ് സണ്ണി. Okay, okay, okay. Very good, very good. One more question. Do you like coffee? No, sir. I don't like it. Okay, okay, okay. What is your favorite color? Black. Why did you select black? Always it is said that black is a color of sadness. Why did you select black as your color, favorite color? I don't know, sir, but I like black. But you don't know the reason, but you like color black. Okay, very good, very good. Okay, very good, very good. Thank you, Emil. കുഴപ്പമില്ല. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെരി വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ആതിര. ആതിര. Yes, sir. How are you? I'm fine. Oh, very good, very good, very good. Can you speak English fluently? Yes. No, അല്ലെങ്കിൽ yes, no. Can you speak English fluently? No, അല്ലെങ്കിൽ yes, no. Yes. Yes, very good, very good, very good. Do you have any pets? P-E-T-S, pets. Pets എന്ന് പറഞ്ഞാൽ പട്ടിയോ പൂച്ചയോ അതല്ലേ? Do you have any pets? എന്താ sir? Do you have any pets? P-E-T-S, pets. No. No. Okay, 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 okay. Which is your favorite food? Or what is your favorite? ഫേവറേറ്റ് ആയി സാധനമാണെങ്കിൽ ഇത്ര സമയം വേഗം പറഞ്ഞാൽ പറ്റും. ഫേവറേറ്റ് ഒന്നും ഉണ്ടാക്കിയാണ് അല്ലേ? വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? പറഞ്ഞോളൂ. കളറാണോ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിച്ചത്? എന്തോ ഫേവറേറ്റ് ഫുഡ്? ഫുഡ്, ഭക്ഷണം. ഓക്കെ, ബിരിയാണി. ബിരിയാണി. ഓ, ബിരിയാണി ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്. വിച്ച് ടൈപ്പ് ഓഫ് ബിരിയാണി യു ലൈക്ക്? ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, എഗ് ബിരിയാണി, ഫിഷ് ബിരിയാണി? വെറൈറ്റി ഓഫ് ബിരിയാണി. ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്.
Okay, very good, very good. And കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. Okay, okay, very good, very good. ശരി, very good. രഞ്ജിത. രഞ്ജിത. Sir. Ranjita. Okay, 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 okay. How are you, Ranjita? I'm fine, sir. Very good, very good, very good. What is your hobby? My hobby What is your is hobby? to watch TV. Watching To TV. watch TV. Which type? TV. Okay, very good, very good. But your hobby is to watch TV. Which type of programs do you watch? Comedy. Which is Comedy your programs. Comedy. Oh, that do you like serial? No, I don't like Do serial. you like serial? You don't like serial. Do you like No, sir, I news don't. channel? Yes, only you like comedy. I will watch. Okay, okay. Further, തെറ്റിക്കോട്ടെ കുഴപ്പമില്ല പറഞ്ഞോ. I will watch. Kidilo Kidilam. You watch Kidilo program. Oh, okay, 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 okay. Who is your favorite comedy artist in Malayalam film industry? Film. In Malayalam, Pisharidi. I like. your favorite actor, comedy actor is Ramesh Pisharadi. Oh, yes. Okay, 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 okay. Yes, and you are always watching the program Kidilo. Very good, very good. Okay, okay, okay. Do you have any siblings? Do you have any siblings? I have Yes, brother. Pranjalo? I have a brother. Brother. Okay, okay, okay. Okay, okay, okay. Very good, very good. Yes, very good, very good. അപ്പൊ ഓക്കെ രഞ്ജിത വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. തെറ്റൊന്നുമില്ല, ക്ലിയർ ആണ്. ഓക്കെ, ഓക്കെ. അഫ്സൽ ആഫി. അഫ്സൽ ആഫി വരുന്നില്ല. റീന എം. റീന. Yes. Rina is also not responding. Yes, sir. Tell me. Okay. Very good, very good, very good. Rina. Okay, sir. What is your hobby? My hobby is in hearing a song, melody Hearing. song. Very good, very good, very good. Do you sing? I like hearing a song, but I can't stop singing a song. You can't sing a song, but you can only hear the song and enjoy the song. Okay. Enjoy. Okay, very good, very good. One more All question. troubles are solving my. You forget about all your problems when you hear the songs. Am I right? Yes, sir. Very good, very good, very good. Okay, Rina, one more question. Who is your favorite singer? My favorite singer, Chitra. Female. Who is your favorite male singer? Male singer, Yeshudas. Yeshudas. Okay. Okay. Very good, very good. Yes. Yeshudas, SP Balasubramanian. SPB. Okay. Very good, very good. As far as you told me that SPB is a good man also. Which is your favorite song sung by SPB? SPB. Favorite song. Mannil inda kaadalendru and the song illaya. You like that song very much. Okay, very good, very good. Which is your favorite song sung by Chitra? K.S. Chitra. Nandana song. Okay. Have you seen the film Nandana?
Sir, I am Hare Krishna song only. Song. Okay, okay. Have you seen the film, Nandana? Yes, yes. How many times you have seen? 3. 3 or 4 times. I will ask you one question. Do you believe such a story will happen? Climax. Yes. Do you believe that such a story will happen? അങ്ങനെ ഒരു കഥ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ഞാനിത് ഇംഗ്ലീഷ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതെ, വേറൊന്നുമില്ല. Do you believe Yes. such a story? Yes, you believe. I like Lord Krishna, so I believe Krishna. You believe Lord Krishna, so believe that such a thing will happen. Yes. Okay. Very good, very good, very good. And you told that you like the singer Yeshudas also. And which is your favorite song sung by KJ Yeshudas? Amaram. Amaram. Which is that song? Sir. Now I am telling, sir. No, I am Amaram. Do you know who gave music to that song? Now I am telling. Okay, okay. Whenever you like a song, you just study about it. Who wrote the lyrics, who gave music to it, that will be little more better. Okay, okay. Reena, okay, okay. You did your work very well. Okay, okay. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായ മറുപടി. Can you give me one chance? Last year exercise. First, next. Okay, okay. I will give you the chance. I will give you the chance. Okay, 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 okay. I will give you the chance. Okay. Okay, very good. Very good. First, I wake up early morning and done my routine work. Next, I ready to go to the function in a Kannur. Yes. Then I walked bus station and first bus arrived at the bus station at 6:30 a.m. Yes. After that, I take bus. Yes. Bus ticket to railway station, Kolkot railway station. Yes. Train come correct 7:30 a.m. Yes. Finally, I reached Kannur before 10 a.m. Very good, very good. Okay, okay, Reena. Very good, very good. I appreciate you for asking me a chance. Okay, okay, very Okay, good, very sir. good. Thank you very much. Fine. Last class I missed. Okay, very good. I am work with office in BC work. Okay, okay, no problem. Yes, 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 yes. Okay. Farmless, farmer. Yes. Okay, okay, okay. In that. Okay. Farmers, are you ready? Yes, sir. Okay, 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 okay. So, let me ask you one question. ഞാൻ ഈ ചോദിക്കുന്നത് നിങ്ങൾക്ക് അതൊന്ന് പറയാനായിട്ട് ശീലം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓക്കെ. ഞാനിപ്പോ ചോദിക്കുന്നത് ഫാമസിനോടാണെങ്കിലും ബാക്കിയുള്ളവരുടെ ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കാം. ഞാനാണെങ്കിൽ അതിന്റെ ഉത്തരം എന്ത് പറയുമായിരുന്നു ഇത് ചിന്തിച്ചിട്ട് അതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കാം. So my question is this, Farmer, which is your favorite season? Winter season. Winter season. Why do you like winter season very much? Because ആൻസർ പറഞ്ഞത് തെറ്റിക്കോട്ടെ, അതൊന്നും ഒരു വിഷയമാക്കണ്ട, അതൊന്നും ഒരു വിഷയമല്ല. ഞാൻ ചുമ്മാ പറയാൻ വേണ്ടി ചോദിക്കുന്നു. Why did you like winter most? I like to sleep morning with the blanket. You want to sleep, you want to enjoy the sleeping morning under the blanket. So winter season very much. So I will ask you one more question. January, February, March, and 12 months. Which month is your favorite? December. December. Okay, okay, okay. And I expected that. Maybe that December. Yes. Okay, okay, okay. Very good, very good, very good. It is very cold in the morning. Okay, okay. Very good, very good. You told that your favorite season is winter season. Do you know to play any musical instruments? No. No, you don't know how to play any musical instrument. Okay, 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 okay. Do you like to travel? Yes, I'm really like to travel.
You really like to travel. Mm. Yes. Which is your favorite holiday destination? ഒരു അവധി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്നാണ് ഫാമിന് തോന്നുന്നത്? Which is your holiday destination? I wish I want to go to Manali, but Manali. yes, Yes. Why did you select Manali? there is so much snows are there. Yes. I want to play with the snows. Yes. So, have you gone to Manali earlier? No. No. Okay. Suppose that in Kerala, just to Kerala, which is your favorite picnic spot? In Kerala, which is your favorite picnic spot? Kerala. കേരളത്തിൽ എവിടെയെങ്കിലുമാണ് പോകുന്നതെങ്കിൽ എവിടെ പോകാനാണ് താല്പര്യം? Wayanad is the most beautiful place. Yes. You are from? You are from? I am from Kasaragod. Kasaragod. You are from Kasaragod and you like Wayanad most. Very good, very good. Wayanad is a beautiful place. Also, it is also very cold. There. Okay, okay, Yes. okay. Very good, very good, very good. Okay. Okay. Pamu, you answered all my questions very good. Let me ask you one more question. What is your hobby? My hobby, I'm watching reels on Instagram. Your hobby is watching reels on Instagram. Have you the habit of taking reels? No. No. I like to take photos, You like to? take pictures of mine. Yes, only to take the pictures of viewers. Yes. Okay, very good. And you have no habit of Making so, when you see the reels by you are continuously seeing the reels, is there any attractive reels done by any person? I really enjoy for watching comedy reels. Comedy reels. Okay, Yes. okay. So I can forget my pain and tensions also. Oh, okay. To forget your pains. Okay. Tension. Yes. Tension-free life. So you like comedy programs, comedy reels. Ranjit also told that she also like comedy series. Kidding. Yes. Okay. Very good. Thomas, very good. Farmer, very good. Thank you, sir. Okay. അപ്പൊ ഇപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ എല്ലാവരും വളരെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. ഞാൻ ഇപ്പൊ നിങ്ങൾക്കത് പറയാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് തന്നെ വരണം. നിങ്ങൾക്ക് അതുണ്ട്, പറയാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. എല്ലാവരും വളരെ ചിരിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞു. ടെൻഷൻ അടിച്ചിട്ടല്ല. യു എൻജോയ്ഡ് ഇറ്റ്. ഞാൻ ഇതേപോലെ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അതിനെ കുറിച്ചൊന്ന് പറയുന്നത്. ഓക്കെ. രമ്യ. ഓക്കെ. വെരി ഗുഡ്. ഇപ്പൊ രമ്യ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് വന്നു എന്ന് വിചാരിച്ചു. You came to participate in an interview. അപ്പൊ അവിടെ വന്നു. അപ്പൊ രമ്യനോട് വന്നു. രമ്യയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അങ്ങനെ കൊടുത്തു. ചോദ്യം ചോദിക്കുന്നത് രമ്യനോട് മാത്രമല്ല, എല്ലാവരോടും കൂടിയാണ്. അപ്പൊ എല്ലാവരും ഇത് മനസ്സിൽ കരുതി വെക്കാം. അപ്പൊ രമ്യനോട് പറഞ്ഞു, ഓക്കെ, യുവർ നെയിം ഈസ് രമ്യ. രമ്യ പറഞ്ഞു, യെസ് സർ. ഓക്കെ. അപ്പോ ആ ജോലി വേണമെന്നുള്ള ഒരു ആഗ്രഹം ഇഷ്ടത്തോടു കൂടിയിട്ടാണ് രമ്യയോട് നിൽക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം രമ്യയോട് പറയുകയാണ്, രമ്യ പ്ലീസ് ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. രമ്യയെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ പറയും. അപ്പോ രമ്യ ഓക്കെ ഞാൻ വരാം. അപ്പൊ അത് മനസ്സിൽ ആലോചിച്ചു. ഓരോരുത്തരും ആലോചിച്ചു. നിങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തണമെങ്കിൽ എങ്ങനെ പരിചയപ്പെടുത്തും? നമുക്ക് ആദ്യം പറയാം, എന്റെ പേര് രമ്യ എന്നാണ്. പേര് അവർക്കറിയാം, എന്നാലും ഒന്നുകൂടി ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി നമുക്ക് പറയാം, മൈ നെയിം ഈസ് രമ്യ. എന്റെ പേര് രമ്യ എന്നാണ്. ഞാനൊരു ക്ലൂ ആണ് ഇടുന്നത്. നിങ്ങൾ
ഈ പാറ്റേൺ പിടിക്കണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പിടിച്ചോട്ടെ. ഓക്കെ, മൈ നെയിം ഈസ് രമ്യ. എന്റെ പേര് രമ്യ എന്നാണ്. ഐ ആം കമ്മിങ് ഫ്രം, ഞാൻ വരുന്നത് എവിടെ നിന്നാണ് വരുന്നത്? ആ സ്ഥലത്തിന്റെ പേര് I'm coming from Kasaragod. കാസർഗോഡ്. ഓക്കെ ഓക്കെ, ഇത് രമ്യക്ക് ചാൻസ് തരാം, ഇതിങ്ങനെ പറയണം. ഇപ്പൊ കേട്ടാ മതി. ഐ ആം കമ്മിങ് ഫ്രം കാസർഗോഡ്. ഞാൻ എവിടെ നിന്നാ വരുന്നത്? കാസർഗോഡ് നിന്നാ വരുന്നത്. ഇനി വേണമെങ്കിൽ രമ്യക്ക് പറയാം ഞാൻ ഏതുവരെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാം ഐ കംപ്ലീറ്റഡ് മൈ BCom ഡിഗ്രി, അല്ലെങ്കിൽ ഐ കംപ്ലീറ്റഡ് മൈ BA എക്കണോമിക്സ്, BA ഹിസ്റ്ററി ഐ കംപ്ലീറ്റഡ്. ഓക്കെ, അത് പറയാം. അത് പറഞ്ഞതിന് ശേഷം വേണമെങ്കിൽ രമ്യക്ക് പറയാം അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ രമ്യക്കുണ്ടെന്ന് വിചാരിക്കും. അതുകൂടാതെ വേറൊരു സ്ഥാനം പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് പറയാം ഐ ഓൾസോ സ്റ്റഡീഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഐ ഓൾസോ സ്റ്റഡീഡ് ഐ ഓൾസോ സെക്യൂർഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ PGDCA. അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി അഡീഷണൽ ആയിട്ട് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് രമ്യക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് പറയാം. ഇനി വേണമെങ്കിൽ വേറൊരു കാര്യം കൊണ്ട് പറയാം, രമ്യക്ക് എത്ര ഭാഷ അറിയാമോ അത് വേണമെങ്കിൽ പറയാം. കാരണം രമ്യ ചെന്നിരിക്കുന്ന ഈ കമ്പനിക്ക് വേണമെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഒരു ബ്രാഞ്ച് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ രമ്യ പറയാണ് ഐ ക്യാൻ ഹാൻഡിൽ ദ സബ്ജക്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, തമിഴ് ഫ്ലുവൻ്റ്. അപ്പൊ അവര് ഡു യു നോ ഹിന്ദി? യെസ്. ക്യാൻ യു സ്പീക്ക് ഇൻ ഹിന്ദി വെൽ? ഓക്കെ. അപ്പൊ അവരൊക്കെ ചോദിക്കും ഇഫ് യു ആർ പോസ്റ്റഡ് ഇൻ ബീഹാർ ആർ യു റെഡി ടു ഗോ? ഞങ്ങൾ ബീഹാറിലൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ കുഴപ്പമുണ്ടോ? വി വിൽ ഗിവ് യു ക്വാർട്ടേഴ്സ്, സ്റ്റാഫ്, വെഹിക്കിൾ. നിങ്ങൾക്ക് താമസിക്കാൻ അവിടെ ക്വാർട്ടേഴ്സ് ഉണ്ടാവും, നിങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റാഫ് ഉണ്ടാവും, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാഹനം ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. ക്യാൻ യു ഗോ ടു ബീഹാർ? അങ്ങനെ പോകാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ നമ്മൾ പറയുമ്പോൾ അതുകൂടി ഉൾക്കൊള്ളണം എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോ പോയിന്റുകളൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പേര് പറഞ്ഞു, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, എവിടെ നിന്നാണ് വരുന്നത് പറഞ്ഞു, അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടോ അതുകൂടി പറഞ്ഞു. ഇനി അടുത്തായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ചില ടാലന്റുകൾ ഉണ്ട്. അത് നിങ്ങൾക്കറിയാവുന്ന ടാലന്റാണ്, നിങ്ങളുടെ ടാലന്റാണ് അല്ലേ? ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് ഐ നോ ടു ഡ്രോ പിക്ചേഴ്സ് ബ്യൂട്ടിഫുള്ളി, മനോഹരമായിട്ട് ചിത്രം വരക്കാൻ അറിയാം. അല്ലെങ്കിൽ ഐ നോ ടു സിംഗ് വെൽ, മനോഹരമായിട്ട് എനിക്ക് പാടാൻ അറിയാം. അങ്ങനെ നിങ്ങൾക്ക് മാത്രം ഒരുമാതിരി അറിയാവുന്ന എന്തെങ്കിലും ഒരു എബിലിറ്റി നിങ്ങൾക്കുണ്ടാവും. അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ചൊന്ന് പറയാം. ഐ നോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ സംഭവത്തെ കുറിച്ച് പറയാം. ഓക്കെ. ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം കൂടി പറയാൻ പറ്റും. അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളായിരുന്നു അന്ന് സ്കൂളിലെ ഫസ്റ്റിന് പേര്, ആ വർഷത്തെ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ കോളേജിലെ ഫസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് പറയാം ഐ വാസ് ദ ടോപ്പ് സ്കോറർ ഇൻ ദ ഇയർ 2020. 2020 എന്റെ കോളേജില് ഐ വാസ് ദ ടോപ്പ് സ്കോറർ, ഞാനായിരുന്നു എന്റെ ടോപ്പ് സ്കോറർ. ഇതൊന്നും രമ്യയെ കുറിച്ച് ഇന്റർവ്യൂ ചെയ്ത് എനിക്കറിയാൻ പാടില്ലല്ലോ. എനിക്ക് തന്നെ രമ്യയിൽ നിന്നും കേട്ടതിന് ശേഷമാണ് രമ്യയെ തന്നെ എടുക്കണോ, അല്ലെങ്കിൽ അപ്പുറത്ത് അടുത്തായിട്ട് വരുന്ന റീനയെ എടുക്കണോ, മാമൂര് എടുക്കണോ, അല്ലെങ്കിൽ രജനി എടുക്കണോ, അഫ്സലിനെ എടുക്കണോ, ആതിരയെ എടുക്കണോ എന്ന് ഞാൻ തീരുമാനിക്കുന്നത്. ഓക്കെ. അപ്പോ ഇത് നിങ്ങളുടെ മുന്നിലേക്ക് അവരിട്ട് തരുന്ന ഒരു ചാൻസ് ആണ്. നിങ്ങളോട് പറയുകയാണ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക, സ്വയം നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക. ഞാൻ ഇന്നതാണ് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം ഒന്ന് പരിചയപ്പെടുത്താൻ പറയുന്നു. അപ്പൊ ഓക്കെ രമ്യ, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് രമ്യക്ക് ആലോചിക്കാൻ ഒരു സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. രമ്യ പറഞ്ഞോളൂ. അപ്പൊ വീണ്ടും നമ്മൾ ആരംഭിക്കുന്നു. യുവർ നെയിം ഈസ് രമ്യ. രമ്യ പ്ലീസ് ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദിസ്. രമ്യയെ കുറിച്ചൊന്ന് പറയാം. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. തെറ്റിയൊന്നും കുഴപ്പമില്ല. Okay, sir. തെറ്റിക്കോട്ടെ, അതിൽ My name is Ramya. യെസ്. ഓക്കെ. I'm coming from Kasaragod. ഓക്കെ. In my home, my father and mother, and I have 3 elder brothers. യെസ്. Um, വെരി ഗുഡ്, വെരി ഗുഡ്. അത് ഞാൻ brother- പറയാൻ പോയിന്റ് പറഞ്ഞു. ഐ ഹാവ് father and a mother and 3 elder brothers. Okay, very good. Very good. My mother is a housewife and father brothers also working. Yes. And I'm also working. Yes. I'm a billing staff Yes. and I'm studying
architectural course, Yes. and I worked from that field for a few months. Yes. But I'm not okay. But I'm not okay for that job, so I quit. Yeah. And my hobbies, watching TV, reading books, like crime thriller, movies and web series. I like most. Yes. That's all right. I mean, I'm not sure you what is your aim in your life? I want a job, sir. Okay. I You want a want job and you want to be a financially independent, yes, sir. right? I want Okay. yes. To be independent, financially independent, and you want to have secure job. Okay. Maybe you can get a positive reply from this company. Okay, thank you. Thank you. ഓക്കെ ഇപ്പൊ രമ്യ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ അപ്പോ രമ്യ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ രമ്യ പറഞ്ഞത് മുഴുവനും ബാക്കിയുള്ളവരെല്ലാം കേട്ടു. രമ്യ പറയാനായിട്ട് വിട്ടുപോയി എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയ ഇന്ന പോയിന്റ് ഉണ്ടെങ്കിൽ പറയാം. ആർക്കെങ്കിലും ഫാമുനോ റീനക്കോ ആതിരക്കോ അഫ്സലിനോ രഞ്ജിതക്കോ രമ്യ ഇന്ന പോയിന്റ് കൂടി പറയായിരുന്നു എന്ന് തോന്നി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. രമ്യ പറഞ്ഞതിൽ നിന്ന് കൂടുതലായിട്ട് ഇന്നത് കൂടി പറയാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറയും. ഓക്കെ. റീനക്ക് എന്ത് തോന്നി രമ്യയുടെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോ? ജോലി ഉറപ്പാണെന്ന് തോന്നിയോ? ഇല്ല, ഈ ജോബ് കിട്ടുകയാണെങ്കിൽ ഞാൻ കൂടുതൽ അതിൽ ആത്മാർത്ഥമായി ചെയ്യും എന്നുള്ള കാര്യം കൂടി പറയായിരുന്നില്ലേ? പറയാമായിരുന്നു. അപ്പൊ കണ്ട രമ്യ ഒരു കാര്യം റീന പറഞ്ഞത് അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി അവിടെ സൂചിപ്പിച്ചിട്ട് പറയായിരുന്നു. ഇഫ് ഐ ആം അപ്പോയിന്റഡ് ഐ വിൽ ഡു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കമ്പനി ഓർ ഫോർ യുവർ ഇൻഡസ്ട്രി എന്നൊരു വാചകം കൂടി പറയാമായിരുന്നു. എനിക്കൊരു ജോലി തരികയാണെങ്കിൽ താങ്കളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഞാൻ അക്ഷീണം പ്രവർത്തിക്കും എന്നൊരു വാചകം കൂടി പറയാമായിരുന്നു. ഓക്കെ റീന, യുവർ ഒബ്സർവേഷൻ ഇസ് വെരി ഗുഡ്. റീനയുടെ ഒബ്സർവേഷൻ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. ഓക്കെ. ആദ്യമൊക്കെ എന്ത് തോന്നി? ഇനി അത് വേറെ എന്തെങ്കിലും ഉൾപ്പെടുത്താനായിട്ട് തോന്നിയത് എന്താണ്? രമ്യ പറഞ്ഞപ്പോ പറഞ്ഞതിന് കൂടുതലായിട്ട് ആതിരയാണ് ആ സ്റ്റേജിലേക്ക് രമ്യ പറഞ്ഞതും പറയും, ഞാനാണെങ്കിൽ ഇന്നതും കൂടി അങ്ങനെ പറഞ്ഞേനെ എന്ന് തോന്നിയത് എന്താണ്? ആതിരയുടെ ഒബ്സർവേഷൻ എന്ന് തോന്നി. അത് പറഞ്ഞാൽ മതി, വേറെ വില പിടിക്കാനും വേണം. അത് നമ്മുടെ ഒബ്സർവേഷൻ എന്ത് തോന്നി? ഞാനാണെങ്കിൽ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പഞ്ചായത്തിൽ ഞാനും പറയും. പിന്നെ ഞാൻ കൂടുതലായിട്ട് എന്ത് പറയുമായിരുന്നു എന്നുള്ള ചോദ്യം. ലാസ്റ്റ് കൺക്ലൂഡ് കൊടുക്കണ്ടേ? ഒരു കൺക്ലൂഡ് അല്ലേ? ഓക്കെ. അപ്പൊ ആദ്യം പറയുന്നത് രമ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയും, ഓൾ ദീസ് ആർ അബൌട്ട് മൈസെൽഫ് സാർ. ഇത്രയുമാണ് എനിക്ക് എന്നെ കുറിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുമായിരുന്നു. എന്നാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ. അപ്പോ രമ്യ പറഞ്ഞപ്പോൾ ഒരു കൺക്ലൂഷൻ ഉണ്ടായില്ല. ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു കൺക്ലൂഷൻ വന്നില്ല. ഒരു കൺക്ലൂഡ് ചെയ്യാമായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അതിന് യുവർ ഒബ്സർവേഷൻ ഈസ് ആൾസോ അപ്രീഷിയേറ്റ്. കൊള്ളാം, ആ നിരീക്ഷണം ഞാൻ ഇഷ്ടപ്പെട്ടു. ഓക്കെ. അഫ്സൽ എന്ത് തോന്നി? രണ്ടുപേര് രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു. അഫ്സൽ എന്ത് തോന്നുന്നു? അഫ്സൽ, വാട്ട് ഡു യു ഫീൽ? യെസ്, അഫ്സൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത എന്ത് തോന്നി? ആദ്യം കേറി ഒരു വിഷ് ചെയ്തിട്ട് തുടങ്ങിയിട്ട് ലാസ്റ്റ് താങ്ക് യു ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും. ഓക്കെ. അപ്പൊ ആദ്യം പറഞ്ഞത് കൺക്ലൂഷനെ കുറിച്ചാണെങ്കിൽ രഞ്ജിത പറയുന്നത് ഇൻട്രൊഡക്ഷനെ കുറിച്ചാണ്. അപ്പോ പറഞ്ഞ് ആരംഭിക്കുന്നുണ്ട് താങ്ക് യു ഫോർ ഗിവിംഗ് മീ എ ചാൻസ് ടു റിവീൽ മൈസെൽഫ് എന്ന് പറയാൻ, ടു ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ തന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും എന്നാണ്
രഞ്ജിതക്ക് തോന്നിയത്. അത് കൂടാതെ വേറെ എന്തെങ്കിലും രഞ്ജിതക്ക് തോന്നിയോ? ഇത് കൂടാതെ എന്തെങ്കിലും രഞ്ജിതക്ക് തോന്നിയോ? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞോ? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലേ? രമ്യ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞായിരുന്നോ? പറഞ്ഞിരുന്നു സർ. പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ പറഞ്ഞിരുന്നു. ഞാനത് അറിയാൻ വേണ്ടി ഓക്കെ വേറെ എവിടെ വർക്ക് ചെയ്യുന്ന കേസ് പറഞ്ഞപ്പോൾ അത് പറഞ്ഞതല്ലേ? ഓക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൊ അത്രയുമാണ് രഞ്ജിതക്ക് തോന്നിയത് അല്ലേ? ഓക്കെ വെരി ഗുഡ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഒബ്സർവേഷൻ ഉണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. ഒരാൾ ചെയ്യുന്ന കാണുമ്പോൾ നമ്മളത് ആലോചിക്കുക, ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ഡീൽ ചെയ്യുമായിരുന്നു. ഓക്കെ. ഇനി ഫാമു ആണെങ്കിൽ എന്ത് പറയുമായിരുന്നു? ഫാമസ് യെസ്, ഫാമു ഓൾസോ നോട്ട് കണക്റ്റഡ്. അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് ചെറിയൊരു ആക്ടിവിറ്റി പറയുന്നു. നിങ്ങളെ കുറിച്ച്, അതായത് നമുക്ക് എവിടെയെങ്കിലും പണി കിട്ടണമെങ്കിൽ, ജോലി കിട്ടണമെങ്കിൽ നമ്മളെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കാണാതെ ഭംഗിയായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ആ ഇൻട്രൊഡക്ഷൻ കേട്ട് കഴിയുമ്പോൾ തന്നെ തോന്നണം ഓക്കെ ബാക്കിയുള്ളവരോട് പൊയ്ക്കോളാൻ പറഞ്ഞു, ഈ കുട്ടി നമ്മൾ എടുത്തു, ഇനി വേറെ വേണ്ട, അങ്ങനെ ഒരു ജോലിക്ക് ഒഴിവേ ഉള്ളൂ, ഈ കുട്ടി മതി. കാരണം അതുപോലെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ചാൻസ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് ഇന്റർവ്യൂവിന് പോകാനായിട്ട് സാധ്യതയുള്ള നിങ്ങൾ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ എഴുതി തയ്യാറാക്കും. ഞാൻ ആരാണ്, എന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, എനിക്ക് അങ്ങനെ ഭംഗിയായിട്ട് എഴുതി തയ്യാറാക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രസന്റ് ചെയ്യും ഓരോരുത്തരും. അപ്പൊ രമ്യക്കും ഒരു ചാൻസ് കിട്ടുകയാണ് ഭംഗിയായിട്ട്, നല്ല രസകരമായിട്ട്. അപ്പൊ അതിൻ്റെ അത് വരേണ്ട പോയിന്റുകളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പേര് പറഞ്ഞു, എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞു, സിംഗിൾ ആണോ മാരീഡ് ആണോ ആ കാര്യം പറയാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പറയാം, എന്തെല്ലാം ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ട്. അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയാം. പിന്നെ നിങ്ങൾക്ക് റിമാർക്കബിൾ ആയ എന്തെങ്കിലും ഉയർച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സ്റ്റേറ്റ് വിന്നറാണ് ഏതെങ്കിലും മത്സരത്തിൽ, അതിനെ കുറിച്ച് പറയാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി പറയാം. അങ്ങനെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന ആ കാര്യങ്ങൾ, ഈ ജോലിക്ക് നിങ്ങളെ തള്ളിക്കളയാൻ പറ്റാതിരിക്കാവുന്ന കാര്യങ്ങൾ പറയാം. ഇനി വേറൊരു കാര്യം കൂടി ഇവിടെ എംഎൽ പറഞ്ഞു, എക്സ്പീരിയൻസ് പറയാം. നിങ്ങൾ വന്നിരിക്കുന്ന ജോലിക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഐ ഹാവ് 2 years എക്സ്പീരിയൻസ് ഇൻ ദിസ് ഫീൽഡ്. ഇതുപോലെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം. അപ്പൊ അവിടെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയുകയും പക്ഷെ ഇപ്പൊ ചിലപ്പോൾ ചെയ്യുന്നത് വേറെ ജോലിയായിരിക്കും. അപ്പൊ അതും പറയാം, പ്രസന്റ്ലി ഐ ആം വർക്കിംഗ് ഇൻ ഡാഷ് ആൻഡ് ഡാഷ് കമ്പനി. I have 2 years experience in the same field earlier, but presently I am doing what? ഇപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ കുറിച്ച് പറയാം. ഓക്കെ, പിന്നെ ലാസ്റ്റ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കൺക്ലൂഷൻ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ പഠിച്ച സ്ഥാപനം ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തെ കുറിച്ച് പറയാം. ഐ സ്റ്റഡീഡ് മഹാരാജാസ് കോളേജ് എറണാകുളം, അല്ലെങ്കിൽ സെന്റ് ആൽബർട്ട്സ് കോളേജ് എറണാകുളം, അല്ലെങ്കിൽ UC കോളേജ് ആലുവയിൽ. അങ്ങനെ നിങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ആ സ്ഥാപനത്തെ കുറിച്ച് വേണമെങ്കിലും സൂചിപ്പിച്ചിട്ട് പറയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി തയ്യാറാക്കിയിട്ട് മനോഹരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾ തയ്യാറാക്കുന്നു. എന്ന് പറയുന്നു, കേട്ടില്ലേ? ആർ യു റെഡി? ഓക്കെ, ഇപ്പൊ പറയാനാണോ? ഇപ്പൊ പറയണ്ട, അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. ഇതിൽ ഭംഗിയായിട്ട് തയ്യാറാക്കിയിട്ട് പറയും. ഇനി ഇപ്പൊ ആർക്കെങ്കിലും പറയാനായിട്ട് ഒരു പ്രാക്ടീസ് വേണ്ടി പറയണമെങ്കിൽ പറയണ്ട, അതൊന്നും കുഴപ്പമില്ല. യെസ്, ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതി അത് നിങ്ങൾ മറക്കുകയും ചെയ്യരുത്. അത് നമുക്ക് പലപ്പോഴും ആവശ്യമുള്ളതാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ മറന്നു പോകുന്നില്ല, ക്ലീൻ ആയിട്ട് നമ്മളത് മനസ്സിലാക്കി വെക്കുകയും ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ,
ഇനി ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 1-2 സിമ്പിൾ ആയിട്ടുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ച് ഞാൻ പറഞ്ഞു. കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾ അതിനകത്ത് ആൻസർ പറഞ്ഞു. ആൻസർ പറഞ്ഞു കഴിഞ്ഞപ്പോ ബിയിൽ തുടങ്ങുന്നതായിരുന്നു നിങ്ങൾ എല്ലാവരും പറഞ്ഞ ഉത്തരം അല്ലെ? ബിയിൽ തുടങ്ങുന്ന ഉത്തരങ്ങൾ പറഞ്ഞില്ലേ? റൈറ്റ്? ഓക്കെ. ഇപ്പോഴും ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങളുടെ ആൻസർ റെയിൻ എന്ന് പറയുന്ന ആറിൽ തുടങ്ങുന്ന ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഓക്കെ. ആറിൽ തുടങ്ങും. യുവർ ആൻസേഴ്സ് ഷുഡ് ബിഗിൻ വിത്ത് ലെറ്റർ ആർ എന്ന് പറയുന്ന ലെറ്ററിലാണ് നിങ്ങളുടെ ഉത്തരം ആരംഭിക്കേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദിസ്: വാട്ടർ droplets, DROPLET, droplets falling from cloud, CLOUD. Water Rain. droplets fall, rain. Ranjita, your answer is right. Rain എന്നുള്ളത് കറക്റ്റ് ആണ്. Rain. ഓക്കെ. അപ്പോ ആദ്യം പറയുകയും ആദ്യം എഴുതുകയും ചെയ്യുന്ന ആളുകൾ നമുക്ക് പെടുത്താം. രഞ്ജിതയാണ് ഇപ്പൊ ആദ്യം പറഞ്ഞത്. ആദ്യം എഴുതിയത് ആരാണ്? രമ്യയാണോ? ഓക്കെ, എഴുതാനായിട്ട് കുറച്ച് സമയം വേണമല്ലോ. അപ്പൊ ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് പറഞ്ഞു കറക്റ്റ് ആൻസർ ആണ്. വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫാളിംഗ് ഫ്രം ക്ലൗഡ്, മേഘങ്ങളിൽ നിന്ന് വീഴുന്ന ജലഗണങ്ങൾ. വാട്ടർ ഡ്രോപ്ലെറ്റ്സിന്റെ പേരാണ് മഴ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആൾസോ വെരി ഈസി ക്വസ്റ്റ്യൻ. ദി ആർച്ച്, ARCH, arch of colors in the sky. The arch of colors in the sky. Rainbow. Rainbow. Relay പറഞ്ഞിട്ടുണ്ട്, രമ്യ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. Rainbow, arch of colors, arch. Okay, very good. Next is called, next question. A circular gold branch, BRIND, branch, worn, worn on a finger. A circular gold branch worn Ring. on a finger. Okay, Reena and Ramya ഒരിക്കൽ കൂടി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. റിംഗ്. ഓക്കെ, അതിന് ശരിയാണ്. റിംഗ്, RING, റിംഗ്. വിരലിൽ അണിയുന്ന ഒരു സർക്കുലർ ആയിട്ടുള്ള ഗോൾഡ് ബ്രാൻഡായ സംഗതിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പ്ലേസ്ഡ് ബോർഡ്, BOARD, എ പ്ലേസ്ഡ് ബോർഡ് ട്രെയിൻസ്. A placed board trains. Simple അല്ലേ? Railway station. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞു രഞ്ജിത. ചോദ്യം മനസ്സിലായില്ല. ബസ് എന്ന് പറയുമ്പോൾ B ആവുന്നു, ആറിൽ തുടങ്ങണം. എ പ്ലേസ് ടു ബോർഡ്, BOARD, ബോർഡ് ട്രെയിൻസ്, TRAINS, ട്രെയിൻ. Railway station. Yes, railway station. Okay. രഞ്ജിത സ്റ്റേഷൻ പറഞ്ഞു. റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ. കറക്റ്റ് ആൻസർ, റെയിൽവേ സ്റ്റേഷൻ. വെരി ഗുഡ്. കറക്റ്റ് ആണ് ആൻസർ. യെസ്. അടുത്തത്, എ thick carpet, CARPET, thick carpet that covers, COVERS, that covers a small area. A thick carpet that covers a small area. Thick carpet that covers a small area. Yes. ആറ് വെച്ച് കൊടുക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ പറയാൻ സാധ്യത കുറവാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉത്തരം പറയുന്നത് റഗ് എന്നാണ്. RUG, റഗ്, പരവതാനി എന്നൊക്കെ പറയുന്ന അർത്ഥമാണ് റഗ്. ഓക്കെ. അടുത്ത വളരെ സിമ്പിൾ ആണ്. എ സ്മോൾ മെഷീൻ ദാറ്റ് കൺട്രോൾ TV. Remote. ഓക്കെ, റീന ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. ആതിര ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ.
ഓക്കെ റിമോട്ട്. അതിനെയാണ് ആദ്യം എഴുതി കാണിച്ചത്. ഓക്കെ റിമോട്ട്, എ സ്മോൾ മെഷീൻ ദാറ്റ് കൺട്രോൾ TV. ഓക്കെ, അടുത്തത് ആലോചിച്ചാൽ പറയാൻ പറ്റും. ഇത് ചോദ്യം ഇത്തിരി നീളമുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. എ തിക്ക് THICK തിക്ക് സ്ട്രോങ് കോഡ് CORD കോഡ് നൂല് എന്നാണ്. മെയ്ഡ് ബൈ twisting strands 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 together. I will repeat the question. A thick strong cord CORD made by twisting strands together. A thick, strong cord. A thick strong cord CORD made by twisting 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 strands 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 together TOGETHER together. Yes, that is what is called a rope. അതിന് പറഞ്ഞ പേരെന്താണ്? റോപ്പ്, കയറ്. ഞാൻ റോപ്പ് എന്ന് നമ്മൾ ഓക്കെ രമ്യ ഞാൻ പറഞ്ഞു, അപ്പോഴേക്ക് രമ്യ വന്നു. എന്തായാലും കുഴപ്പമില്ല, രമ്യ നമ്മൾ ഉൾപ്പെടുത്തി. യെസ്, റോപ്പാണ്. നമ്മളെ റോപ്പ് നമ്മൾ ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ റോപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാല് അതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഓരോ സ്ട്രാൻഡ്സുകളാണ്, നൂലുകളാണ്. അത് ടിസ്റ്റ് വെച്ചാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് ആ സംഗതി ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Elevated track rides RIDS rides in amusement park. Elevated track rides RIDS in amusement park. അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് പല സംഗതികൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ അവനെ കണ്ടിട്ടില്ലേ? ഒരു ട്രാക്കിലൂടെ കയറി കറങ്ങിയൊക്കെ പോകുന്നത്. അതിന്റെ പേരുണ്ട്, ആറിൽ വെച്ച് തുടങ്ങുന്നതാണ് അതിന്റെ പേര്. ആർക്കെങ്കിലും പറയാമോ എന്നാണ് ചോദിക്കുന്നത്. ആറിൽ വെച്ച് തുടങ്ങുന്ന ഒരു പേരുണ്ട്. റൈഡ്സ് ഞാൻ പറഞ്ഞേക്കാനുണ്ട്. ട്രാക്ക് റൈഡ്സ് ആണ് അതിന് പേരുണ്ട്. റൈഡ് അല്ലാണ്ട് വേറൊരു പേരുണ്ട് അങ്ങനൊരു സംഗതിക്ക്. ആ ഒരു പോകുന്ന സംഗതിയില്ലേ അല്ലെ നമ്മളെ കയറ്റിയിട്ടുള്ളത് റൈഡ് ആണ്. പക്ഷെ ആദ്യം തുടങ്ങുന്ന വേറൊരു പേരുണ്ട്. ഓക്കെ, അതിന്റെ പേരാണ് റോളർ കോസ്റ്റർ. ROLLER റോളർ കോസ്റ്റർ COASTER റോളർ കോസ്റ്റർ എന്നാണ് അതിന്റെ പേര്. ഓക്കെ. അടുത്ത ചോദ്യം സിമ്പിൾ ആണ്. ദ അപ്പർ കവറിംഗ് ഓഫ് ദ ബിൽഡിംഗ്. The upper covering of the building. Okay, Ramya. Roof. Your answer is right. Roof എന്ന് പറഞ്ഞത് രഞ്ജിതയും കൂടി പറഞ്ഞിട്ടുണ്ടല്ലേ? Okay, Ranjita, the roof. Upper covering of the building is called a roof. Yes. അടുത്തത്, a machine resembling a human being doing complex task. A machine resembling a human doing complex task. TSK. Random A machine sampling. Random sampling. റാൻഡം സാമ്പിളിംഗ് ആണോ? റാൻഡം സാമ്പിളിംഗ് ഒരു മെഷീൻ ആണ്. റിസംബ്ലിംഗ് ഹ്യൂമൻ ഡൂയിങ് കോംപ്ലക്സ് ടാസ്ക്. നിങ്ങൾക്ക് അറിയാൻ സംഗതി പേര്? ഇതായിരുന്നോ ചോദിക്കും. ചോദ്യത്തിന്റെ സംഗതി പിടികിട്ടായിട്ടാണ്. ഒന്നുകൂടി ഒന്ന് മലയാളവൽക്കരിച്ച് ആരും പറയാത്തോട് ഞാൻ പറയാം. നോക്കി, എ മെഷീൻ റിസംബ്ലിംഗ് എ ഹ്യൂമൻ മനുഷ്യനെ പോലെ ഇരിക്കുന്ന ഒരു മെഷീൻ ഡൂയിങ് ചെയ്യുന്നത് കോംപ്ലക്സ് പറഞ്ഞോളൂ.
Robot, correct Robot. answer. Okay, Ranjita, you are right. Robot. Robot. Okay. Robot ആണ് correct answer. Okay, very good. Yes. അപ്പോ ഞാൻ ഇനിയുടെ ചോദ്യങ്ങൾ നമുക്ക് സമയമായതുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ അവസാനിപ്പിച്ചതാണ്. വീണ്ടും നമുക്ക് ചോദിക്കാം. അപ്പൊ ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങളിലുള്ള ഉത്തരങ്ങളുടെ നിങ്ങളുടെ പ്രകടനം നല്ലതായിരുന്നു. 2 എണ്ണത്തിനുള്ള ആൻസർ ക്വിസ് മാസ്റ്റർക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിലും ബാക്കിയുള്ളതൊക്കെ വളരെ നന്നായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആദിലക്ക് 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, റീനക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, രഞ്ജിതക്ക് 4 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, രമ്യക്ക് 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ കുറെ പേർക്കൊക്കെ ഉത്തരം അറിയായിരുന്നു, 2ാമതും 3ാമതൊക്കെ പറഞ്ഞു പോയതാണ്. അപ്പൊ ഉത്തരം അറിയാൻ പാടില്ല എന്നുള്ളതല്ല, നിങ്ങൾക്കൊക്കെ ഉത്തരം അറിയാമായിരുന്നു. ഓക്കെ, ചോദ്യങ്ങൾ ചിലതിനൊക്കെ 1-2 മനസ്സിലാവാതെ വന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോ ഇന്നും നിങ്ങളുടെ പ്രകടനം നല്ലതായിരുന്നു. അപ്പൊ ഞാൻ പറയുകയാണ്, അടുത്ത ദിവസം നമ്മൾ വരുമ്പോൾ നിങ്ങൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ റെഡി ആയിട്ട് വരിക, അതൊന്ന് പ്രസന്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് പിന്നീട് ഒരുപാട് ഗുണം ചെയ്യും. ഓക്കെ, അപ്പൊ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, Okay, sir. Thank you. ഓക്കെ, വെൽക്കം.